നമസ്കാരം. സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. Question number 1. The appellate authority to be approached when the request for permission to sell any property of an aided school is declined. ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ പ്രോപ്പർട്ടികൾ വിൽക്കാൻ അനുവാദത്തിനുള്ള അപേക്ഷ നിരസിച്ചാൽ ഗവൺമെൻറ്റിനെ സമീപിക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗവൺമെൻറ്. Question number 2. When an educational officer found a reason to take disciplinary action against an aided school teacher, how much time to be allowed to take the manager for the same before proceeding at his own? ഒരു എയ്ഡഡ് സ്കൂൾ ടീച്ചറിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുവാൻ മതിയായ കാരണങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർ കണ്ടെത്തിയാൽ നടപടികൾ എടുക്കാൻ മാനേജർക്ക് ന്യായമായ അവസരം കൊടുക്കുന്നതാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റീസണബിൾ ഓപ്പർച്യൂണിറ്റി. Question number 3. The management of an aided school can be taken over by the government for a period not exceeding dash. ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടികൾ നിർവഹിക്കുന്നില്ലെങ്കിൽ പൊതു താൽപ്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് 5 വർഷം വരെ ആ സ്കൂള് ഏറ്റെടുക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 5 years. Question number 4. The appellate authority to which appeal can be filed against an order issued by an assistant educational officer declining approval to the appointment of an aided school manager. ഒരു എയ്ഡഡ് സ്കൂൾ മാനേജറുടെ നിയമനം അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ അപ്രൂവൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ അപ്പീല് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷന് ഫയൽ ചെയ്യണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. Question number 5. The authority competent to grant prior permission for change of management involving the change of ownership of an aided primary school is dash. ഒരു എയ്ഡഡ് പ്രൈമറി സ്കൂളിൻ്റെ ഉടമസ്ഥത മാറ്റവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് മാറുന്നതിന് മുൻകൂർ അനുമതി കൊടുക്കുന്നത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. Question number 6. The time limit for filing appeal against an order declining prior permission for change of management involving change of ownership of an aided school is dash. ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തത് മൂലം മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻകൂർ അനുമതി നിരസിച്ച ഉത്തരവിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയപരിധി 30 ദിവസമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 30 days. Question number 7. The headmaster has to consult with the judge before granting permission to the students' organization for holding a meeting in the school premises. സ്കൂൾ അങ്കണത്തിൽ വെച്ച് മീറ്റിംഗ് കൂടുന്നതിന് വിദ്യാർത്ഥി സംഘടനകൾക്ക് അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് കൗൺസിലുമായി കൺസൾട്ട് ചെയ്യണം.
Correct answer option A ആണ് Staff Council. Question number 8. The authority competent to approve school sites and plans for the construction and structural attestation of school buildings. സ്കൂൾ സൈറ്റും പ്ലാനും അപ്രൂവ് ചെയ്യുന്ന അധികാരി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. Question number 9. Which will be the amount of financial guarantee when there is only one upper primary school under the educational agency? കേരള എഡ്യൂക്കേഷണൽ റൂൾസ് ചാപ്റ്റർ 5 റൂൾ 7 ഫിനാൻഷ്യൽ ഗ്യാരണ്ടിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഒരു റിക്കഗ്നൈസ്ഡ് സ്കൂൾ തുടങ്ങുന്നതിനോ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോ ഒരു നിശ്ചിത തുക എഡ്യൂക്കേഷണൽ ഏജൻസി ട്രഷറിയിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിച്ച് പാസ്ബുക്ക് വിദ്യാഭ്യാസ ഓഫീസർക്കോ ഡയറക്ടർക്കോ ഈട് നൽകണം. സെക്കൻഡറി സ്കൂളിന് 3000 രൂപയും അപ്പർ പ്രൈമറി സ്കൂളോ ട്രെയിനിങ് സ്കൂളിനോ 1500 രൂപയും LP സ്കൂളിന് 780 രൂപയുമാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1500. Question number 10. The average minimum effective strength of people required per standard for not withdrawing the recognition of a school is. ഒരു സ്കൂളിൻ്റെ അംഗീകാരം പിൻവലിക്കാതിരിക്കണമെങ്കിൽ മിനിമം ആവറേജ് സ്ട്രെങ്ത് ഓഫ് പീപ്പിൾ പെർ സ്റ്റാൻഡേർഡ് 15 ആയിരിക്കണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 15. Question number 11. The time limit for submitting application to the district educational officer to review his order withdrawing the recognition of a school is dash. ഒരു സ്കൂളിന്റെ അംഗീകാരം പിൻവലിച്ച ഉത്തരവ് പുനഃപരിശോധിക്കുവാൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് അപേക്ഷിക്കേണ്ട സമയപരിധി 30 ദിവസമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 30 days. Question number 12. When an aided primary school is closed down, its record and accounts have to be handed over to dash. ഒരു എയ്ഡഡ് പ്രൈമറി സ്കൂള് അടച്ചുപൂട്ടിയാൽ ബന്ധപ്പെട്ട റെക്കോർഡും അക്കൗണ്ടും അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് കൈമാറണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. Question number 13. No child who has not completed 5 years of age as on the first dash of the year of admission shall be admitted to any school. ജൂൺ 1 5 വർഷം പൂർത്തിയായ കുട്ടികൾക്ക് മാത്രമേ 1ാം ക്ലാസ്സിൽ പ്രവേശനം നൽകാവൂ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജൂൺ. Question number 14. Academic year shall be deemed to terminate on dash. Correct answer option C, the last day before summer vacation. Question number 16. The authority to issue Education Department calendar is dash. Correct answer is option D, Director. Question number 16. A people studying in an upper primary school is suffering for 35% deficiency in attendance. The authority competent to condone it is dash.
മിനിമം 85% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അതിൽ കുറവുണ്ടെങ്കിൽ 25% വരെ ഹെഡ് മാസ്റ്റർക്ക് കൺട്രോൾ ചെയ്യാം. 40% വരെ എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് കൺട്രോൾ ചെയ്യാം. 40% കൂടുതൽ ഡെഫിഷ്യൻസി വന്നാൽ കണ്ടോണേഷൻ അനുവദിക്കില്ല. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. Question number 17. Which rule prohibits a people who is suffering from any contagious disease from entering into the school premises? KER Chapter 9 റൂള് 3യുടെ സബ് റൂള് 3 വ്യക്തമാക്കുന്നത് പകർച്ചവ്യാധികളുള്ള കുട്ടികൾ സ്കൂളിൽ വരാൻ പാടില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സബ് റൂൾ 3 ടു റൂള് 3 ചാപ്റ്റർ 9. Question number 18. The name of record in which enter factual details regarding the teacher's attention to duty and his observation relating to the teacher's work and conduct as a whole at least once in a term of the school year by the headmaster. ഹെഡ്മാസ്റ്റർ വർഷത്തിലൊരിക്കൽ ടീച്ചേഴ്സിൻ്റെ വർക്ക് ആൻഡ് കോണ്ടക്റ്റിനെ പറ്റിയും ഡ്യൂട്ടി നിർവഹണത്തെപ്പറ്റിയും തയ്യാറാക്കുന്ന ഫാക്ച്വൽ റെക്കോർഡാണ് സൂപ്പർവിഷൻ ഡയറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൂപ്പർവിഷൻ ഡയറി. Question number 19. The authority competent to give permission to make a sale of any property of an aided LP school. ഒരു എയ്ഡഡ് എൽ പി സ്കൂളിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാൻ അനുവാദം കൊടുക്കുന്നത് ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. Question number 20. Appointment of qualified teachers will be deemed dash till they are confirmed. Correct answer option C, acting. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.